റോഷിപാൽ, ഗവർണർ ഇടഞ്ഞു നിൽക്കുകയാണ് എന്നത് വ്യക്തമാക്കുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇന്ന് നമ്മൾ സഭയ്ക്കുള്ളിൽ കണ്ടത്. അതിനുശേഷമുള്ള ഗവർണറുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ നിയമസഭയിലെ മീഡിയ റൂമിൽ കാണുന്നത്. പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണം അവിടെയാണ് വരേണ്ടത്. ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നേരത്തെയൊക്കെ ഗവർണറും സർക്കാരുമായുള്ള ഈ തർക്കം അതിനെ ആ നിലയിലല്ല അവർ വിശേഷിപ്പിച്ചത്. അവർ തമ്മിലുള്ള തർക്കത്തിൽ പൂർണ്ണ വിശ്വാസവും പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല. നേരത്തെയൊക്കെ ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പിന്നീട് അനുനയത്തിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിലുള്ള ഒരു തർക്കമായിട്ടാണോ വിലയിരുത്തുക എന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം അതിൽ വരേണ്ടതുണ്ട്. നേരത്തെയൊക്കെ ഈ ഗവർണറും അല്ലെങ്കിലും സർക്കാരും തമ്മിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ പോലും പക്ഷം പിടിക്കുന്ന ഒരു രീതി പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നതാണ്. കാരണം ഗവർണർ ഈ തരത്തിലൊരു യുദ്ധം സർക്കാരുമായി സൃഷ്ടിക്കുന്നതാണ് എന്ന വിലയിരുത്തൽ വിമർശനവുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇരു വിഭാഗവും തമ്മിലുള്ള ഒരു ആലോചനയുടെ ഒരു അന്തർധാരയുടെ ഭാഗമാണെന്ന വിലയിരുത്തലാണ് ആദ്യം മുതലേ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സർക്കാരുമായുള്ള പോരാട്ടം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ SFI തെരുവിലിറങ്ങുന്ന ഘട്ടത്തിലൊന്നും ആ തരത്തിലുള്ള ഒരു പ്രതികരണം സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് ഗവർണർക്കെതിരെ പ്രതികരിക്കാനൊന്നും പ്രതിപക്ഷം തയ്യാറാകാതെ വരുന്നത്. ഏതായാലും ഈ കാര്യത്തിലുള്ള അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കം സഭയിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ്. നമ്മൾ മറ്റു നേതാക്കൾ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം പ്രതികരണം തേടിയപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം പ്രതികരിക്കുമെന്നാണ് അറിയിച്ചത്. മറ്റൊന്ന്, ഗവർണർ ഇവിടെ നിയമസഭയുടെ മീഡിയ റൂമിൽ മാത്രമേ മാധ്യമങ്ങൾക്ക് പ്രതികരണം തേടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവർണർ തിരിച്ചു പോകുമ്പോൾ അവിടെ ക്യാമറകൾ തുറന്ന് അവിടെ പ്രതികരണം തേടാൻ കഴിയില്ല. ഇനി മറ്റൊരു പരിപാടി, ഗവർണറുടെ പൊതുപരിപാടിയിൽ മാത്രമേ ഗവർണർക്ക് ഈ വിഷയത്തിലുള്ള എന്തുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം അത് വായിക്കാതെ അത് ടേബിൾ ചെയ്തു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അതിന്റെ സാഹചര്യം എന്താണെന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം തരണമെങ്കിൽ പൊതുപരിപാടിയിലേക്ക് വേണം. നമുക്ക് ഏതായാലും രാജ്ഭവനുമായി ബന്ധപ്പെടുന്നുണ്ട്. അല്പസമയത്തിന് തന്നെ ഗവർണറുടെ ഇക്കാര്യത്തിലുള്ള അല്ലെങ്കിൽ രാജ്ഭവന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം എന്തെങ്കിലും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷി, അടുത്ത ദിവസം അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ വിരുന്ന് നടത്തിയിട്ടുണ്ട്. അറ്റ് പരിപാടി, അറ്റ് എന്നല്ലേ പറയുന്നത്, അറ്റ് പരിപാടിയിൽ മന്ത്രിമാർ പോവുമോ? അതായത് സർക്കാർ രാജ്ഭവനുമായി സഹകരിക്കാൻ പ്ലാനുണ്ടോ? മന്ത്രിസഭാ പുനഃസംഘടനാ ഘട്ടത്തിൽ ഗവർണർ ഒരുക്കിയ ഹൈറ്റിയിൽ മന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല, മുഖ്യമന്ത്രി അടക്കമുള്ള. പ്രധാനപ്പെട്ട കാര്യമാണ്. അന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ അന്ന് ഈ ചായ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും ഈ രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർ ചായ സൽക്കാരം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന നിലപാടാണെന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സ്വീകരിച്ചത്. സമാനമായ നിലപാടാകുമോ ഈ ക്ഷണത്തിനോടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വീകരിക്കുന്ന നിലപാടെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിലടക്കം. കാരണം ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് വരും മണിക്കൂറുകൾ ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്നതടക്കം നിർണായകമാണ്. ഒന്ന്, കേന്ദ്രവുമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്ന ഈ ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെങ്കിൽ പോലും സാധ്യത കുറവാണ്. കാരണം നേരത്തെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തുറന്നുണ്ടായ ആ ഒരു തർക്കം, ആ നിലപാട് മാറ്റമൊന്നും ഉണ്ടാകേണ്ട സാഹചര്യമില്ല. കാരണം നിലപാട് മാറ്റം ഉണ്ടാകില്ല എന്നതിന്റെ സൂചന ഇന്നലെ പാലക്കാട് SFI നൂറുകണക്കിന് SFI പ്രവർത്തകരുടെ ആ പ്രതിഷേധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇരുവരും കണ്ടപ്പോൾ മുഖം തിരിക്കുന്ന ദൃശ്യങ്ങൾ, രണ്ടുപേരും ഒരേ സമയത്ത് മുഖം തിരിക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചന ഇരുഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നതായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കം ഇപ്പോൾ അല്പസമയത്തിനകം വരും. മറ്റ് നേതാക്കളും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം നമുക്ക് ഏതായാലും കോൺഗ്രസിന്റെ നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ നിയമസഭയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട് മീഡിയ റൂമിലേക്ക്. അവരുടെ അടക്കം പ്രതികരണം നമുക്ക് ഇക്കാര്യത്തിൽ, പ്രതിപക്ഷത്തിന്റെ പ്രതികരണമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടത്. ഈ ഗവർണർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.